ഹായ്. ഹായ്. ഏദൻ തോട്ടത്തിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് സുബജക്ക് ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിത്താശയത്തിൽ കല്ലായിരുന്നു. അത് പിത്താശയം എടുത്തു കളഞ്ഞു ഇപ്പോൾ. പിത്താശയം എടുത്ത് കളഞ്ഞു. അപ്പോൾ അപ്പോൾ അതിൻ്റെ ഉള്ളൊരു പിറകിൽ ആയതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളോട് കുറേ പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും അല്ലാതെ നമ്മളെ നേരിട്ട് കണ്ടിട്ടും ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മളോട് എന്തുകൊണ്ട് നിങ്ങൾ വീഡിയോസ് ഇടാത്തതെന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനൊരു മറുപടി ആയിട്ടാണ്, അതിനൊരു ഉത്തരമായിട്ടാണ് നമ്മൾ 5 വർഷത്തോളമായിട്ട് ഇതിന് ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിത്താശയത്തിൽ കല്ലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് കല്ല് മാത്രമായിട്ട് എടുത്ത് കളയാൻ പറ്റില്ല. പിത്താശയം തന്നെ എടുത്ത് കളയണം. കല്ലെടുത്ത് കളയാൻ പറ്റും. കല്ലെടുത്ത് കളഞ്ഞാലും അതുപോലെ തന്നെ പെട്ടെന്ന് വീണ്ടും കല്ല് അതിനകത്ത് വരും. ഈ 2 ആഴ്ചക്ക് മുന്നേ ഒരു ദിവസം ഇങ്ങനെ ഒരു വൈകുന്നേരം ഒരു വേദന. ബ്രസ്റ്റിന്റെ താഴെയായിട്ട്, അതായത് വലതുഭാഗത്ത് ബ്രസ്റ്റിന്റെ താഴെയായിട്ട് താഴെയും വേദന, അതുപോലെ അതിന്റെ നേരെ പുറകുവശവും വേദന. പറഞ്ഞു. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് സുബജൻ്റെ വീട്ടിൽ പോയി. പയ്യന്നൂർ സുബജൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് അച്ഛനും അമ്മയും നമ്മൾ മോനെയും കൂട്ടി എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. മംഗലാപുരത്ത് ഏനപ്പോയിൽ ഹോസ്പിറ്റലിൽ. സർജറിന്റെ അന്ന് രാവിലെ വരെ, അതായത് അഡ്മിറ്റ് ആയി ആ സമയം വരെ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. സർജറി എന്ന് പറയുന്നില്ല, ഒരു പേടിയോ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഒട്ടും തന്നെ പേടി ഉണ്ടായിരുന്നില്ല, സർജറിന്റെ ഒരു പേടി. പക്ഷെ അതായത് അഡ്മിറ്റ് ആയി അന്ന് രാത്രി ആകുമ്പോഴേക്ക് തന്നെ അവര് സർജറിക്ക് ഇടേണ്ട മെഡിസിനും കാര്യങ്ങളും ഡ്രസ്സും അതെല്ലാം വാങ്ങാൻ ഏട്ടനെ ഏൽപ്പിച്ചായിരുന്നു. അപ്പൊ അത് കൊണ്ടുവന്ന് എന്നിട്ട് പിന്നെ അന്ന് ഒരു 8 മണിയാകുമ്പം അവർ ECG എടുത്തു. അതിനുശേഷം ഒരു 8:30 ആകുമ്പം ഒരു സിസ്റ്റർ വന്ന് ബോഡി ഫുള്ള് ഷേവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവർ മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയി ഷേവ് ചെയ്തു. അപ്പോഴും പേടിയില്ല, ഒരു ഒരു തരത്തിലും പേടി ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഒരു 11 മണിയാകുമ്പോഴേക്ക് സിസ്റ്റർ വന്ന് ഒരു 9 മണിയാകുമ്പോഴേക്ക് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, പിന്നെ 12 മണിക്ക്, രാത്രി 12 മണി മുതൽ പിന്നെ ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 11:30 ആകുമ്പോൾ വീണ്ടും അവർ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നു. ആ സമയത്തും പിന്നെ ഉറക്കമൊന്നും ഉണ്ടായില്ല. ഒന്ന് മോൻ അടുത്തില്ലാത്തതുകൊണ്ട് അങ്ങനെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അമ്മേനെ വിളിച്ചുകൊണ്ട് നിൽക്കലായിരുന്നു, മോൻ എന്താ ചെയ്യുന്നതെന്നെല്ലാം ചോദിച്ചുകൊണ്ട്. പുലർച്ചെ 4:15 സിസ്റ്റർ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഓപ്പറേഷൻ ഇടേണ്ട ഡ്രസ്സ് ഇടാൻ. 8 മണിയാകുമ്പോൾ സിസ്റ്റർ വരുന്നത് അല്ലേ? രാവിലെ അവര് വന്ന് വീൽ ചെയറും കൊണ്ട് വന്നു. അപ്പോൾ വീൽ ചെയറും കൊണ്ട് വന്ന് ഇതിലേക്ക് കയറി ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ഇരുന്ന് അന്നോടെ അവരൊരു ബെഡ്ഷീറ്റ് നമ്മളെ ഫുള്ളായിട്ട് കവർ ചെയ്തു. അപ്പം മുതലാണ് ശരിക്കും എന്തോ ഒരു വല്ലാത്തൊരു പേടി ആ ഒരു സമയത്ത്. അതുവരെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഐഡിയ ഇല്ല സർജറിന്നില്, അങ്ങനെ ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ വീൽ ചെയർ ഒന്ന് ബെഡ്ഷീറ്റ് എല്ലാം ഫുള്ള് കവർ ചെയ്തു, ബെൽറ്റ് ഇട്ട് തന്നു. അപ്പോഴേക്ക് ശരിക്കും ഞാൻ ഫ്രീസായി പോയി. ഇതിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും നമുക്കൊരു മാനസികമായിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ പിന്നെ ഒരു തളർന്നു പോയി. കാരണം മോൻ റൂമിലുള്ള മോനൊന്ന് ഇവന് കാണുന്നുണ്ട്. അന്ന് മോന് സുഖമില്ല. അങ്ങനെ ഇവള് സർജറിക്ക് വേണ്ടി ഇവളവിടെ മാസ്ക് ഇട്ടിട്ട്, ഞാനിവള് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവളെ അങ്ങനെ കൊണ്ടുപോകുന്നതിന് തൊട്ട് മുന്നേ അവിടെ നിർത്തി. അപ്പോൾ ഈ അക്ക ഇവളെ കൊണ്ടിങ്ങനെ എന്നോട് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ആണ് ഇവളെ എടുത്ത്, അപ്പം നെഞ്ച് വല്ലാണ്ട് ഇടിക്കുന്നു ഭയങ്കരമായിട്ട്. ഒരു മാനസികാവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം മോനെ എടുത്തില്ല, മോൻ അവിടെയാണ് ഉള്ളത്. അപ്പോൾ ഇവള് സർജറിക്ക് കയറാൻ പോകുന്നു. അപ്പം ഞാൻ മാസ്ക് ഇട്ടുണ്ട്, സൂചിയും മാസ്ക് ഉണ്ട്. അപ്പം ഞാൻ സൂചിയോട് മോനെ വിളിച്ചു. അപ്പം എൻ്റെ അമ്മേൻ്റെ ഫോണിലേക്ക് ഏട്ടൻ വേഗം വിളിച്ചു. അപ്പോൾ മോൻ ഫോൺ എടുത്തു. ഹലോ എന്ന് പറഞ്ഞ്, എന്നിട്ട് ഏട്ടൻ അമ്മക്ക് ഫോൺ കൊടുക്കാന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ ഫോൺ വന്ന് ഞാൻ പൊന്നേന്ന് വിളിച്ച്. അപ്പോഴേക്ക് അവൻ ഭയങ്കര കരച്ചിലായി. എൻ്റെ സൗണ്ട് കേട്ടാടും ഭയങ്കര കരച്ചിലായിപ്പോയി. പിന്നെ എനിക്കും പിടിച്ചു വെക്കാൻ പറ്റിയില്ല. സൂചിയോട് ചോദിക്കുന്നു ഇങ്ങനെ, ഞാൻ ചോദിച്ചു ഇങ്ങനെ സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇവൾ കൂടുതൽ കരയുന്നു. അപ്പം
കരഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് കരഞ്ഞുകൊണ്ടാണ് നമ്മൾ സർജറിക്ക് പോകുന്നത്. നമ്മൾ നമ്മളെ ബി പിയിൽ വേരിയേഷൻ വരും. അപ്പം ഇതൊക്കെ തലേന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. ഇപ്പം ഞാൻ ഈ മാസ്ക് ഇട്ടത് കൊണ്ട് തന്നെ ഇപ്പം ഞാനും കൂടി ഒരുപക്ഷെ കൂടുതൽ ഇതിൽ വിഷമിക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ സൂചിയൊക്കെ കൂടുതൽ വിഷമമായിരിക്കും. അത് സർജറിനെ തന്നെ ബാധിക്കും. അപ്പം പിന്നെ പിന്നെ ഒന്നും ഞാൻ സൂചയോട് സംസാരിച്ചില്ല. സൂച ഈ വീൽ ചെയറിൽ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഞാൻ നിന്നു. അപ്പോൾ പിന്നെ ലിഫ്റ്റ് വന്ന് ലിഫ്റ്റിൽ കയറ്റി ഇവളെ മേലെ കൊണ്ടുപോയി അല്ലേ. ചെയ്തതെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ആ സമയത്തൊന്നും മനസ്സിലായില്ല. പിന്നെ അവർ മുഖത്ത് മാസ്ക് വെച്ചു, ശ്വാസം നല്ലോണം വലിക്കാൻ പറഞ്ഞു. ഒരു 3 തവണ ഞാൻ ശ്വാസം വലിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഏട്ടൻ വിളിക്കുമ്പോൾ അതിനിടയിൽ ഡോക്ടേഴ്സ് എല്ലാവരും ഇങ്ങനെ മുഖത്തടിക്കുന്ന സുബജ വേക്കപ്പ് എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ എണീക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണ് തുറക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായി കണ്ണ് ഞാൻ തുറന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അനുവേട്ടൻ വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ ശരിക്കും ഒന്ന് കണ്ണ് തുറക്കുന്നത്. കണ്ണ് തുറക്കുമ്പോൾ ഞാൻ ഏട്ടൻ പറയുന്നത് നീ ICUലാണ് ഉള്ളത് എന്ന് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോഴാണൊരു മനസ്സിനൊരു ഭയങ്കര സമാധാനം. അപ്പം അതുവരെ എന്താ നടന്നതെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന എനിക്ക് തൊണ്ട നല്ല വേദന. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു എനിക്ക് തൊണ്ട ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അധികം ഞാൻ സംസാരിച്ചിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ. ഏട്ടൻ വിളിക്കുമ്പോഴാണ് ഞാൻ കണ്ണ് തുറക്കുന്നത്. അപ്പോൾ അതുവരെ എന്താ നടന്നതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കണ്ണ് തുറന്ന് പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്ക് തൊണ്ടയെല്ലാം ഭയങ്കര വേദനയായിരുന്നു. ബോഡി ഫുള്ളായിട്ട് നല്ല പെയിൻ, ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ. ഞാൻ സംസാരിച്ചു നന്നായിട്ടിനോട്. ഞാൻ സുബിനെ പോയി. ഇപ്പോൾ സുബിജ ICUലാണുള്ളത്. അവള് കണ്ണടച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി സുബിജേനെ വിളിച്ചു. ഇവള് കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഒരു പാതി മയക്കത്തിലൊന്നും അല്ല കണ്ണ് തുറക്കുന്നത്, ഒരു തീരെ പറ്റാത്ത പോലെ കണ്ണ് തുറക്കണം. സത്യത്തിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച രണ്ടാമത്തെ ഒരു നിമിഷം എന്ന് പറയുന്നത് ഇതായിട്ട് എനിക്ക് തോന്നി. കാരണം ആദ്യം സന്തോഷം ഉണ്ടായത് ഇവനെ പ്രസവിച്ചു കഴിഞ്ഞ് സുബജ ഹെൽത്ത് ഓക്കെയാണ് എന്നറിഞ്ഞപ്പോഴാണ് സന്തോഷം ഉണ്ടായത്. അതുപോലെ തന്നെ ഇവിടെ സർജറി കഴിഞ്ഞ് സുബജ ഓക്കെ ആയി. സുബജ എന്നോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് ശ്വാസം വീണത് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ തരണം ചെയ്ത് വന്നതുകൊണ്ട്. വേദന ഉണ്ടായിരുന്നു. അപ്പോൾ മോൻ ഈ എൻ്റെ ഇടത് സൈഡിൽ വന്നിട്ട് ബെഡിലാണ് കിടന്നത്. അവനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമായി. അവൻ്റെ മുഖലാകെ എന്തോ ഒരു മാറ്റം. എന്നെ കണ്ട ആ ഒരു ഷോക്കിൽ എന്തോ ഒരു അവസ്ഥയായിരുന്നു ആ സമയത്തുണ്ടായത്. അപ്പോൾ ഇവൻ വന്ന് കിടന്ന് മുഖം മുട്ടിച്ചങ്ങ് കിടന്ന് എന്നെ കഴുത്തിലേ കൂടി കൈയെല്ലാം വെച്ച് കെട്ടിപ്പിടിച്ചിട്ടങ്ങ് കിടന്ന്. പിന്നെ എൻ്റെ കൈ നോക്കുന്നുണ്ട്, 2 കൈയിലും നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇതാ ഇവിടെ സൂചി വെച്ചിട്ടുണ്ട്, നമുക്ക് സിസ്റ്റർ സൂചി വെച്ച് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞില്ലോ ആള്. മുത്തുമണിയേ